നല്ല സുന്ദരമായ ഒരു ക്യാഷ് ക്ലോ ക്രീപ്പർ താണ്ടെ ഒന്ന് പിടിച്ചേ. ഇതാണ്ട് നല്ല സുന്ദരമായ ഒരു ക്യാഷ് ക്ലോ ക്രീപ്പർ ആയി കാണുന്നത് താണ്ടെ കണ്ടില്ലേ. നിറച്ച് പൂ പിടിക്കും, ഇതേപോലെ പൂ പിടിക്കും. നിങ്ങളൊരു മതിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മതിലിന്റെ താഴെ ഒരു 10 തൈ നേരത്തെ അങ്ങോട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ചട്ടിക്കകത്ത് പൂത്ത് നിൽക്കുന്നതിന്റെ 50 ഇരട്ടി ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് 50 ഇരട്ടി ഗ്യാരണ്ടിയോട് കൂടി ഇതേപോലെ പൂ പിടിച്ച് നിർത്താനായിട്ടുള്ളൊരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫെൻസിങ്ങോ അതേപോലെ തന്നെ മതിലിനകത്ത് ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ക്യാഷ് ക്ലോ എന്ന് പേര് വന്ന് തന്നെ ഇതിനകത്ത് പൂച്ചപ്പിടുത്തം എന്ന് പറയും. ഇതാണ്ട് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ പൂച്ചയുടെ നഖം കൊണ്ട് പിടിക്കുന്ന കണക്ക് ഇതാണ്ട് ഇതേപോലെ നന്നായിട്ട് പിടിക്കും. നമ്മുടെ ഷർട്ടിനകത്തൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അതുകൊണ്ട് മതിലിൽ പെട്ടെന്ന് ക്ലൈംബ് ചെയ്ത് കിട്ടും. മതിലിൽ നന്നായിട്ട് പറ്റിച്ചേർന്ന് വളരും. അതേപോലെ തന്നെ മതിൽ നല്ല പച്ചപ്പായിട്ട് കിടക്കും. പൂക്കുന്ന സമയത്ത് മഞ്ഞ കളറിലുള്ള മതിൽ കിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. നല്ല കിടിലൻ വെറൈറ്റി പ്ലാന്റ്. കുറച്ച് പ്ലാന്റുകൾ നേരത്തെ മതിലിന്റെ അടുത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂ കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ല അല്ലേണ. ഇത് പൂ പിടിക്കാം, പ്ലാന്റ് വളരാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കാവോ? ഈ പ്ലാന്റ് നമ്മളിപ്പം നമ്മളെ മദർ പ്ലാന്റ് ആണ്. ഇത് നമ്മളെ മദർ പ്ലാന്റ്. നിങ്ങൾക്ക് ഇതേ കണക്ക് തൈകൾ മേടിച്ച് ഇതേ കണക്ക് വലിയൊരു ചട്ടിക്കകത്തൊക്കെ നിറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കണക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അതല്ല ഈ പറഞ്ഞ കണക്ക് നമ്മൾ തറയെ നട്ടു കൊടുത്താലും ശരി തന്നെ, മതിലിലോട്ട് കയറ്റി വിട്ടു കൊടുത്താലും നിറച്ച് പൂത്ത് കിടക്കും. അതിനെ നമുക്ക് വളരാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിക്കൈ എന്ന് പറഞ്ഞു കൊടുക്കാവോ? അത്യാവശ്യം ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ഇതിന്റെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് DIP ആണ്. DIP നമ്മൾ മാസത്തിൽ 2 തവണ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കാൻ നല്ലത്. അതായത് വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇതിനകത്ത് നിറച്ചുന്ന പോട്ടിംഗ് മിശ്രിതമാണ് ഇതിന്റെ മെയിൻ ആയിട്ട്. ഇതിനകത്ത് നിറച്ചേക്കുന്ന പോട്ടിംഗ് മിശ്രിതമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു. ആ പോട്ടിംഗ് മിശ്രം എന്താണെന്ന് വിവരിച്ചു പറഞ്ഞാൽ ഇതിനകത്ത് നല്ല ചെമ്മണ്ണ്, എല്ലുപൊടി, വേപ്പ പിണ്ണാക്ക്, ചാണകം, ചകിരിച്ചോറ്, ഇതാണ് നമ്മളെ പോട്ടിംഗ് മിശ്രിതം. ആ പോട്ടിംഗ് മിശ്രിതം ഇട്ടാണ് നമ്മൾ ഈ ചെടി നിറച്ചു വെച്ചിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പമണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചുമന്ന മണ്ണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇച്ചിരി ഗ്രാവലുള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. ഗ്രാവൽ എന്ന് പറഞ്ഞാൽ ചെറിയ തരി പോലുള്ള ചെറിയ കല്ലൊക്കെ ഉള്ള മണ്ണ് ഏറ്റവും ബെസ്റ്റ് മണ്ണ്. അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 കമ്പിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര പൊക്കത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പൂപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചാണകവെള്ളം അതായത് ചാണകവെള്ളം കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം വെച്ച് പുളിപ്പിച്ച്, അതായത് കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും ചാണകം കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിനകത്ത് എത്ര എടുക്കുന്നോ അതിന്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് കുറേശ്ശെ ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ മതിലിന്റെ താഴെ വെക്കുന്ന പ്ലാന്റ് നമ്മൾ മനസ്സിൽ കാണണം. ഈ മതിലിന്റെ താഴെ ഈ ഒരു 10 ചെടി ഇരിക്കുന്നു, അതിനെ അങ്ങോട്ട് വളർത്തി ആ മതിലിനെ അങ്ങോട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല സുന്ദരമായിട്ട് പൂത്ത് മറിഞ്ഞ് കിടക്കും, ഗ്യാരണ്ടി. ആദ്യമേ വളർത്തിയെടുക്കുക. സീസൺ ഒന്നുമില്ല, എപ്പോഴും പോവാണ്. സീസൺ ഒന്നും അങ്ങനൊന്നുമില്ല, തോന്നുമ്പോഴൊക്കെ പൂക്കും. നല്ല വെയിലുള്ളപ്പോഴൊക്കെ നിറച്ച് പൂത്തിറക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോ പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച പൂത്തായിരുന്നു. അതിനുശേഷം 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മുട്ടയാടി വീണ്ടും പൂത്തു. അത് മാത്രമല്ല, ഇപ്പൊ 2 ദിവസം അടുപ്പിച്ച് മഴയായിരുന്നു. മഴയുടെ നമുക്ക് ചെടിയിൽ പൂവുണ്ട്. അതെ, മഴ പെയ്താലും ഇതിനകത്ത് പൂ കിട്ടും എന്ന് അല്ലേ ഇപ്പൊ ഓർമ്മിക്കാൻ പറ്റുമല്ലോ. മഴ പെയ്താലും പൂ കിട്ടുന്നുണ്ട്. ഇപ്പം മഴയാണ്. അതായത് 22-ാം തീയതി ഇവിടെ കൊല്ലത്ത് നല്ല മഴയായിരുന്നു. എന്നിട്ടും 21-ാം തീയതി 20-ാം തീയതി മഴയുണ്ടായിരുന്നു. എന്നിട്ടും നല്ല ഫ്രഷ്നെസ് ആയിട്ടിരിക്കുന്ന പ്ലാന്റ് കണ്ടില്ലേ. അന്നേരം പുതിയ മുട്ടുകൾ ഈ സൈഡിലുണ്ട്. വേറെ ഉണ്ട് മുട്ടുകൾ. ഇതൊക്കെ പുതിയ മുട്ടുകൾ വരുന്നത് ഏതാണ്ടാ. അന്നേരം ക്യാഷ് ക്ലോ ക്രീപ്പറിന്റെ പ്രത്യേകത ഇതാണ്. നിങ്ങളും എവിടെന്നെങ്കിലും, ഇവിടുന്ന് മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെന്നെങ്കിലും ഒരു പ്ലാന്റ് മേടിച്ച് വെക്കുക, സാമ്പിൾ വെക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പ്ലാന്റുകൾ മേടിച്ച് മതിലിന്റെ അരുവിലൊക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? വാടി അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡൻ പൂന്തോട്ടം നല്ല കിടിലമായിരിക്കും, ഗ്യാരണ്ടി. കട്ട് ചെയ്ത